അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രണ്ട് ഉപമകളിൽ കൂടി യേശുക്രിസ്തു ഈ പുതിയ എറ്റേണിറ്റിയെ കുറിച്ചുള്ള പഠിപ്പിക്കലിൽ ഒരു പുതിയ ആശയത്തെ നമുക്ക് തരും. പുതിയ പുതിയ ക്ലോത്ത്, അത് പുതിയ ഉടമ്പടിയിലേക്ക് നമ്മെ ആഹ്വാനം ചെയ്യുന്ന പുതിയ വീഞ്ഞ്, പുതിയ തുരുത്തി. It is a preparation to experience the eternity or the kingdom of God on earth. ദൈവത്തിന്റെ പദ്ധതിയായ നിത്യത ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്നതിന് വേണ്ടി ദൈവം ജനത്തെ പഠിപ്പിച്ച ഒരു ഉപമയാണ് പുതിയ വീഞ്ഞ്, പുതിയ തുരുത്തി. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യാശ എന്ന് വെച്ചാൽ നിത്യതയുടെ പ്രത്യാശയിൽ ജീവിച്ചിരുന്ന ജനം, നിത്യതയുടെ പ്രത്യാശയും, അതിനെക്കുറിച്ച് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ഞാനൊരു വാക്യം വായിപ്പിക്കാം. പല വാക്യങ്ങളുണ്ട്, എന്നാൽ സമയ ചുരുക്കത്തിൽ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 1:14 വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 1:14. മതി. ഞങ്ങൾ അവന്റെ തേജസ്. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? വചനം ജഡമായി തീർന്ന ക്രിസ്തു എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലും ഗ്രീക്ക് ലാംഗ്വേജിലും ലോഗോസ്. The eternal logos became flesh, human flesh. ഹ്യൂമൻ ഫ്ലഷിലേക്ക് വരികയും ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് വന്ന പുത്രനായവന്റെ ഏകജാതനായവന്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു. എന്ന് വെച്ചാൽ യോഹന്നാന്റെ സഭയിലുള്ള വിശ്വാസികളെ ദൈവ തേജസ് കണ്ട് ആരാധിക്കുന്ന ഒരു കൂട്ടമായിരുന്നു. ദൈവ തേജസ് എന്ന് വെച്ചാൽ ഗ്രീക്കിൽ നമ്മൾ വായിക്കുമ്പോൾ ഷെക്കേന ഗ്ലോറി കമ്മിങ് ഡൗൺ. ദൈവദാസന്മാര്, ഈ വേദപണ്ഡിതന്മാര് യോഹന്നാന്റെ സഭയെ കുറിച്ച് പറയുന്നത് അതൊരു പെന്തക്കോസ്റ്റൽ സഭയായിരുന്നു. പെന്തക്കോസ്റ്റൽ ഓർ കരിസ്മാറ്റിക് ചർച്ച്. അങ്ങനെ എന്തുകൊണ്ടാ ഈ പെന്തക്കോസ്റ്റൽ ആൻഡ് കരിസ്മാറ്റിക് ചർച്ച് എന്ന് പറയുന്നത്? നമ്മളിങ്ങനെ കൈയടിച്ചുകൊണ്ട് പാടിയത് കൊണ്ടല്ല പറയുന്നത്. അവര് ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിച്ച ഒരു വ്യക്തികളായിരുന്നു. അവരെ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാന് വചനത്തിന്റെ ആഴമാണ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിച്ച ഒരു കൂട്ടം, അവരെയാണ് പെന്തക്കോസ്തുകാരെന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാതെ 2-3 പാട്ട് പാടി ഒന്ന് കൈയടിച്ച് അതല്ല. അത് ആവശ്യമാണ്. എന്നാൽ നിന്റെ കയ്യടിയിലും ആത്മാവിലുള്ള ആരാധനയിലും ആത്മാവിന്റെ നിയന്ത്രണമുണ്ടോ? അതാണ് ആവശ്യം. അങ്ങനെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിച്ച് അവരുടെ ജീവിതം നയിച്ച ഒരു കൂട്ടമായിരുന്നു ഈ യോഹന്നാന്റെ സഭയിലുള്ള വിശ്വാസികൾ. അങ്ങനെ ജീവിച്ച യോഹന്നാന്റെ വിശ്വാസികൾക്ക് പ്രത്യാശയെ കുറിച്ചുള്ള ഒരു മങ്ങലേറ്റപ്പോൾ അവരെ വീണ്ടും പ്രത്യാശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, പ്രത്യാശയുടെ ജീവിതം നയിക്കുന്നതിന് വേണ്ടി എഴുതിയ ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാൻ ഒരു പാസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ യോഹന്നാൻ ഇവരുടെ ആ മങ്ങിയ അവസ്ഥയെ കണ്ട് അവരെ ദൈവത്തിലേക്ക്, ആ പ്രത്യാശയുടെ നിറവിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടി എഴുതിയ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. അതുകൊണ്ടാണ് അതിന്റെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ജീവൻ, നിത്യജീവൻ എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. അനന്ത ജീവൻ, എറ്റേണൽ ലൈഫ്, ഇതൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്.
ഈ സുവിശേഷം വായിക്കുമ്പോൾ അതിന് ഒരു ആത്മീയ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ മങ്ങല് 1-ാം നൂറ്റാണ്ടിൽ, പ്രിയമുള്ളവരെ ചിന്തിച്ചാട്ടെ, 1-ാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ സഭ രൂപീകരിച്ചതിന് ശേഷം പെരുകിക്കൊണ്ടിരിക്കുക. എന്നാൽ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഈ മങ്ങലേൽക്കുന്നത്. ഈ മങ്ങലേൽക്കുന്നതിന് ചില കാരണങ്ങളുണ്ടായി. ആ കാരണങ്ങളാണ് യോഹന്നാൻ 1 മുതലുള്ള അധ്യായങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ the apostasy mean going away from the right teaching. Apostasy has taken place in Johannine church. Apostasy. അതിന്റെ കാരണങ്ങൾ, what are the factors that caused apostasy? എങ്ങനെയാണ് ഈ വിശ്വാസ ത്യാഗം അല്ലെങ്കിൽ വിശ്വാസത്തിന് മങ്ങലേൽക്കുവാനുണ്ടായിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണ്? അതാണ് 1 മുതലുള്ള അധ്യായങ്ങളിൽ യോഹന്നാനിലൂടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇനി യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ വായിക്കണം. എന്നിട്ട് അത്തരം കാരണങ്ങളാൽ വിശ്വാസത്തിന് അല്ലെങ്കിൽ പ്രത്യാശയെ ജീവിച്ച, നിത്യതയുടെ പ്രത്യാശയെ ജീവിച്ച തന്റെ വിശ്വാസികളെ വീണ്ടും അതേ റീസൺ കൊണ്ട് യോഹന്നാൻ അവരെ പ്രേരിപ്പിക്കുന്ന വസ്തുതകളാണ് നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് 1-ാം നൂറ്റാണ്ടിൽ യോഹന്നാന്റെ സഭയിൽ നടന്നെങ്കിൽ ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളുടെ അത് സംഭവിക്കാൻ സാധ്യതകളുണ്ട്. It is possible. So therefore, as a pastor, he has to recognize and bring these believers into that same life, eternal life, eternity ജീവിക്കുവാനായിട്ട് ഒരു സഭാ ശുശ്രൂഷകന്റെ ഉത്തരവാദിത്തമാണ് മനസ്സിലാക്കി ജനത്തെ വീണ്ടും അതിലേക്ക്. ഇനി 1-2 കാര്യങ്ങൾ, what were the factors that led the people of the believers of Johannine church into apostasy? ഞാൻ 1-2 കാരണങ്ങൾ പറയാം. ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ലോഗോസ് ഫിലോസഫി. ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ 1 മുതൽ 3 വരെയുള്ള വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം എന്ന് പറഞ്ഞാൽ ലോഗോസ്, കൂടെയായിരുന്നു, ദൈവമായിരുന്നു. ഉളവായി മതി. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ വചനം ജഡമായി തീർന്ന ക്രിസ്തു. ഇംഗ്ലീഷിൽ ലോഗോസ് ദാറ്റ് ബിക്കം ഫ്ലഷ്. അപ്പോൾ ലോഗോസ് ഫിലോസഫി 1-ാം നൂറ്റാണ്ടിന്റെ അതിന്റെ പകുതി മുതൽ മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ ലോഗോസ് ഫിലോസഫി ജനങ്ങളെ അതുപോലെ ആകർഷിച്ച്, എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്നത് ഒരു സമുദായക്കാരെ കുറിച്ചുള്ള കാര്യമല്ല പറയുന്നത്, യഹൂദനെ കുറിച്ചുള്ള കാര്യമല്ല പറയുന്നത്. യേശുക്രിസ്തുവിൽ കൂടി നിത്യജീവൻ പ്രാപിച്ച ആ ജനത്തിന്റെ അനുഭവമാണ് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ചുറ്റുപാടുമുള്ള ഈ തത്വശാസ്ത്രങ്ങൾ, ഫിലോസഫി, ലോഗോസ് ഫിലോസഫി that become very influential philosophy in the first century. ലോഗോസ് ഫിലോസഫിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പല ഫിലോസഫികളുണ്ട്. പ്ലാറ്റോണിക് ലോഗോസ്, സ്റ്റോയിക് ലോഗോസ്, ഹെർമെറ്റിക്ക ലോഗോസ്, അതിനെക്കുറിച്ചൊന്നും ഞാൻ വിവരിക്കുന്നില്ല. എന്നാൽ ആ ലോഗോസ് ഫിലോസഫി ഈ ക്രിസ്ത്യ വിശ്വാസികളെ, യോഹന്നാന്റെ വിശ്വാസികളെ അതുപോലെ അട്രാക്ട് ചെയ്ത്
അവരെ നിത്യതയുള്ള പ്രത്യാശയിൽ നിന്ന് മങ്ങലേൽപ്പിച്ചു. അങ്ങനെ മങ്ങലേൽപ്പിച്ച് ജോൺ അത് മനസ്സിലാക്കി. ജോൺ അതേ ലോഗോസ് ഫിലോസഫി ഉപയോഗിച്ച് യേശുക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നതാണ് 1:1 മുതൽ 3. നാം വിശ്വസിക്കുന്ന, യോഹന്നാൻ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ലോഗോ better than or higher than the Platonic logos. പ്ലേറ്റോയുടെ തത്വശാസ്ത്രത്തിന് അപ്പുറമാണ് ദൈവം ദേഹമായി തീർന്ന, അല്ലെങ്കിൽ വചനം ജഡമായി തീർന്ന ഈ ലോഗോസ്. പ്രിയമുള്ളവരെ, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ലോഗോസിനെ കുറിച്ച് പറയുവാനുണ്ട്. അങ്ങനെ ജോൺ ഈ വിശ്വാസത്തിൽ മങ്ങലേറ്റ ഈ ജനത്തെ വീണ്ടും വിശ്വാസത്തിലേക്ക് ഉറപ്പിക്കുകയും നിത്യതയുടെ പ്രത്യാശയിൽ ജീവിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ച് എഴുതിയതാണ് യോഹന്നാന്റെ സുവിശേഷം. ഇനി രണ്ടാമത്തത്, അപ്പോൾ ബാക്കിയൊന്നും ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി കൊണ്ട്. 2-ാം അധ്യായത്തിൽ കാണുമ്പോൾ ലോഗോസ് അവിടെ ചെല്ലുന്നത്, 2-ാം അധ്യായത്തിലെ കാനാവിലെ കല്യാണമാണ്. കാനാവിലെ കല്യാണത്തിൽ ദൈവം വചനം ജഡമായി തീർന്ന ലോഗോസ് ചെയ്തത് എന്താണ്? ലോഗോസ് അതിന്റെ പ്രവൃത്തി ചെയ്യുകയാണ്, മിനിസ്ട്രി, ദ മെസ്സിയാനിക് മിനിസ്ട്രി ഓഫ് ലോഗോസ്. അങ്ങനെ 3-ാം അധ്യായത്തില്, 4-ാം അധ്യായത്തില്, 5-ാം അധ്യായത്തിൽ വരുമ്പോൾ ലോഗോസ് ദീനമായി കിടന്ന ഒരു വ്യക്തിയെ ജീവിപ്പിക്കുന്ന ഒരു അനുഭവമാണ് നമുക്കവിടെ കാണുന്നത്. അങ്ങനെ ഓരോ അധ്യായത്തിലും വിശ്വാസത്തിൽ നിന്ന് കുറഞ്ഞു പോകുവാൻ, അല്ലെങ്കിൽ വിശ്വാസത്യാഗം അനുഭവിച്ച് പ്രത്യാശയുടെ ജീവിതത്തിൽ ജീവിച്ച ഈ ഒരു കൂട്ടത്തെ വീണ്ടും ആ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ വെച്ച് ഞാൻ അതിന്റെ ഫാക്ടേഴ്സ് ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. 2, യോഹന്നാൻ ഈ ജീവനെ കുറിച്ച് പറയുന്നത് എന്താ? ജോൺ ഈസ് qualifying this life, by writing this gospel. What John is actually doing, John is qualifying this life. ദൈവം ക്രിസ്തുവിൽ കൂടി, തന്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടി തരുവാൻ ആഗ്രഹിക്കുന്ന ഈ ജീവൻ, 10:10 ജീവൻ തരുവാൻ ആഗ്രഹിക്കുന്നു, അത് സമൃദ്ധിയായി തരുവാൻ ആഗ്രഹിക്കുന്നു. What is this life? How John qualified this life? ജോൺ പറയുന്നത്, അവിടെ 2 ഗ്രീക്ക് പദങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നിത്യജീവൻ എന്ന് വെച്ചാൽ നിത്യതയിൽ യേശുക്രിസ്തുവിന്റെ ഉടമ്പടിയിൽ കൂടി പ്രവേശിച്ച് ദൈവരാജ്യത്തിന്റെ അനുഭവമായ പുതിയ വീഞ്ഞിന്റെ അനുഭവം പ്രാപിക്കുന്ന ആ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ, നീ സ്വർഗത്തിൽ അനുഭവിക്കാൻ പോകുന്ന ആ ഒരു ജീവനാണ്. അതിന്റെ ഗ്രീക്ക് പദം എന്ന് പറഞ്ഞാൽ സോയേ, സോയേ. ഇന്റർനെറ്റിൽ വായിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഗംഭീരത നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ജോൺ പറയുന്നത് ആ ലൈഫ്, സോയേ ലൈഫ്. ഓക്കെ. 2-ാമത്തെ പദം എന്ന് പറഞ്ഞാൽ സൂക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റ് ആളുകൾ ജീവിക്കുന്ന ലൈഫ്. ഇറ്റ് ഈസ് നോട്ട് എ കാർണൽ ലൈഫ്. ഇറ്റ് ഈസ് നോട്ട് എ കാർണൽ ലൈഫ്, കാർണാലിറ്റി ഓഫ് ലൈഫ്. അതല്ല. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ഇവിടെ എവിടെയായാലും നമ്മുടെ നെയ്ബേഴ്സ് ഒക്കെ ഉണ്ട്. ക്രിസ്തുവിൽ അല്ലാതെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തെ കുറിച്ച് പറയുന്നതാണ് സൂക്കെ. പ്രിയമുള്ളവരെ, നിങ്ങളും ഞാനും അനുഭവിക്കുന്ന ഈ ജീവൻ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദാറ്റ് ലൈഫ്? ഇറ്റ് ഈസ് സോയെ. ആ സോയെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എറ്റേണൽ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൽ കൂടിയുള്ള ഉടമ്പടിയിൽ കൂടി
ദൈവം തന്നിരിക്കുന്ന ജീവനാണ് സോയ ലൈഫ്, ദാറ്റ് ഈസ് എറ്റർണൽ ലൈഫ്, നിത്യജീവൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം പ്രാപിച്ചിരിക്കുന്നത് ഒരു സൂക്കേ ലൈഫ് അല്ല, നാം പ്രാപിച്ചിരിക്കുന്നത് നിത്യജീവൻ, എറ്റേണൽ ലൈഫ്. പിന്നെ വാക്യങ്ങളൊക്കെ എനിക്ക് പറയുവാനുണ്ട്. പിന്നെ യോഹന്നാൻ പറയുന്നത് ദിസ് ഈസ് ഡിവൈൻ ലൈഫ്, ദിസ് ഈസ് ഡിവൈൻ ലൈഫ്. ദൈവത്തിന്റെ ദൈവിക ജീവൻ, എറ്റേണൽ ലൈഫ്, നിത്യജീവൻ, ഡിവൈൻ ലൈഫ്. ഇതിനെ ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? ജോൺ ഈസ് ട്രൈയിങ് ടു ക്വാളിഫൈ ദിസ് ലൈഫ്. അതിന്റെ യോഗ്യതകളെ കുറിച്ച് അതിനെ വിശേഷിപ്പിക്കുന്നതാണ് ഈ ഓരോരോ വാക്യങ്ങള്. നാം പ്രാപിച്ചിരിക്കുന്ന സോയ ലൈഫ്, ഇറ്റ് ഈസ് എറ്റേണൽ ലൈഫ്. നമ്പർ 1, ഇറ്റ് ഈസ് ഡിവൈൻ ലൈഫ്, ദൈവിക ജീവൻ. എന്ന് വെച്ചാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ who was he? He was the son of God. Son of God. Son of God. നമ്മളും son of God ആണ്. എന്നാൽ അതിന്റെ ആ ഗംഭീരത, അതിന്റെ സീരിയസ്നെസ് എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു. യേശുക്രിസ്തുവിൽ വചനം ജഡമായി തീർന്ന ആ ദൈവിക ജീവനെയാണ് യോഹന്നാനിലൂടെ വെളിപ്പെടുത്തുന്നത്. ക്രിസ്തുവിൽ കൂടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവനാണ് ഈ ദൈവിക ജീവൻ, ഡിവൈൻ ലൈഫ്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് നോട്ട് ആൻ ഓർഡിനറി ലൈഫ്. ദിസ് ഈസ് നോട്ട് ആൻ our neighbors having. This is royal life. This is divine life. ഇനി മൂന്നാമത്തെ വിശേഷണം യോഹന്നാൻ വിശേഷിപ്പിക്കുന്നത് ദിസ് ഈസ് ലൈഫ് ഓഫ് ഗോഡ് ഇറ്റ്സെൽഫ്. What is the third qualification? ജോൺ പറയുന്നത് ഇത് ലൈഫ് ഓഫ് ഗോഡ്. God's life is given to you. Praise the Lord. Did you get my point? നാം പ്രാപിച്ചിരിക്കുന്ന ഈ ജീവൻ ദൈവത്തിന്റെ ലൈഫ്. ഇറ്റ് ഈസ് ലൈഫ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അതേ ജീവനാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതേ ജീവനാണ് ക്രിസ്തുവിൽ ഉണ്ടായത്. എത്ര സീരിയസ്നെസ്! ഞാന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആ ജീവൻ ദൈവം എനിക്ക് തന്നിരിക്കുന്നു. പക്ഷെ ഇന്നത്തെ ക്ഷമിക്കണം, ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം. ആരെയും മുറിപ്പെടുത്താനോ ഒന്നിനുമല്ല ഞാൻ ഈ പറയുന്നത്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നതിന് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഞാൻ പറയുന്ന ദൈവ മക്കളെ, വിശ്വാസികളെ കാണുമ്പോൾ അവർ ഈ ലൈഫ് പ്രാപിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഐ ഡൗട്ട്. കാരണം ഈ നിത്യജീവൻ, ഈ ദൈവിക ജീവൻ, ദൈവത്തിന്റെ ജീവൻ നിന്നിൽ ദൈവം പകർന്നിട്ടുണ്ടെങ്കിൽ you will be a different person. Hallelujah. പ്രിയമുള്ളവരെ, നാം ഇങ്ങനെ ഒരു ജീവിതം നയിക്കാനായിട്ടല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു എപ്രകാരം ഒരു ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ചു, അതേ ജീവിതം നയിക്കുവാനായിട്ടാണ് ദൈവം നിങ്ങളെ കുറിച്ച് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ നിത്യജീവൻ നിങ്ങൾ തന്നിരിക്കുന്നത്. ഈ നിത്യജീവൻ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നിത്യ അനന്തതയിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു അടയാളമാണ്. പ്രിയമുള്ളവരെ, നാം ഈ അനുഭവം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ സൺഡേയിലും
ഏത് ഗാദറിംഗിലും നമ്മൾ കടന്നു വരുമ്പോൾ you will see a different picture. You will see 1:14 പറയുന്ന പോലെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നതായ, ദൈവത്തിന്റെ ശക്തിയേന ഇറങ്ങി വരുന്നതായിട്ടുള്ള അനുഭവം. ആ അനുഭവം പ്രാപിക്കുവാനായിട്ടാണ് ദൈവിക പദ്ധതിയായ ഈ നിത്യജീവനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ ഈ ജീവനെ കുറിച്ച്, സോയെ ലൈഫിനെ കുറിച്ച് 3 വിശേഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 3 വിശേഷണങ്ങൾ: നിത്യജീവൻ, ദൈവിക ജീവൻ, ലൈഫ് ഓഫ് ഗോഡ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇത് നാം ഈ ഭൂമിയിൽ നമ്മൾ പ്രാപിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയാ. Is it possible? Is it possible to have that eternal life here on earth? ശ്രദ്ധിക്കുന്നുണ്ട്. Is it possible to have this eternal life while we are in this human flesh, while we are still on the face of the earth? Is it possible to have that? അതാണ് മത്തായി പറഞ്ഞത്. Yes, it is possible. God is altering himself. God is altering himself. യോഹന്നാൻ പറയുന്നത് മാത്യു ജെനിയോളജിയിൽ കൂടി അത് വെളിപ്പെടുത്തി. എന്നാൽ യോഹന്നാൻ പറയുന്നത് yes, it is possible. അതാണ് വചനം ജഡമായി തീർന്നത്. Praise the Lord. വചനം ജഡമായി തീർന്നു. ഈ വചനം ആരാണ്? ഈ ലോഗോസ് ആരാണ്? ദൈവത്തോട് കൂടെ ഇരുന്നവൻ. ദൈവത്തോട് കൂടെ നിന്നോ ദൈവമായിരുന്ന ഈ ലോഗോസ് മനുഷ്യനായി ഒരു ഓൾട്ടർ ചെയ്തെങ്കിൽ യോഹന്നാൻ പറയുകയാണ്, ഇത് നിങ്ങളിലും എന്നിലും സംഭവിക്കുവാൻ സാധ്യമാണ്. ഓൾട്ടറേഷൻ. പ്രിയമുള്ളവരെ, ആകയാൽ ഇതുവരെ ഈ ഒരു ആത്മീയ സത്യം വെളിപ്പെടുത്തില്ലെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളെ വെളിപ്പെടുത്തി തരികയാണ്. ഇന്ന് ദൈവം വെളിപ്പെടുത്തി തരികയാണ്. പ്രിയമുള്ളവരെ, ഇത് ജൂഡ് പാസ്റ്ററുടെ ഒരു പ്രസംഗമല്ല. ദൈവം എന്നോട് പറഞ്ഞ് ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു തരുന്നതാണ്. ഇന്ന് വരെ നമ്മൾ ഇപ്രകാരമുള്ള ഒരു അവസ്ഥയിലല്ല ജീവിച്ചതെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. നിന്റെ ജീവിതം ഓൾട്ടർ ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. യേശുക്രിസ്തു ജീവിച്ച അതേ അനുഭവം നിന്നിൽ കൂടി സാധിപ്പിക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ നമ്മളോട് ഘോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നത് this eternal life you can have it here on earth. Here on earth. പ്രിയമുള്ളവരെ, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചിലർക്ക് സംശയമുണ്ട്. ഈ വചനം ജഡമായി തീർന്ന് യേശുക്രിസ്തുവിൽ വഹിച്ച് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ ആയിരുന്ന ആ നിത്യജീവൻ എനിക്ക് പ്രാപിക്കുവാൻ കഴിയുമോ? യോഹന്നാൻ പറയുന്നത് yes, it is possible here on earth. Here on earth. അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിത്യതയിൽ നാം അനുഭവിക്കാൻ പോകുന്ന സത്യത്തിന്റെ അല്ലെങ്കിൽ ആ അനുഭവത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് നിന്റെ ഈ ഭൂമിയിലുള്ള ജീവിതം. ബിൽഡിംഗ് ഒക്കെ പറയുമ്പോൾ മാപ്പ് ഉണ്ടാക്കാറുണ്ട്. മാപ്പ് എന്ന് വെച്ചാൽ മാനചിത്രം. ഓക്കെ, ഒരു ബ്ലൂ പ്രിന്റ്. നിത്യതയിൽ നീ അനുഭവിക്കാൻ പോകുന്ന ആ സത്യം അല്ലെങ്കിൽ ആ അനുഭവം ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ദൈവം നിനക്ക് തന്നിരിക്കുക. ആ അനുഭവം അതാണ് നിത്യജീവൻ. ആകയാൽ പ്രിയമുള്ളവരെ,
നാം ഏത് രാജ്യത്തിലായിരുന്നാലും, കേരളത്തിലായിരുന്നാലും, UK-യിലായിരുന്നാലും, അമേരിക്കയിലായിരുന്നാലും, ഈ ഒരു അനുഭവത്തോടുകൂടി, ഈ നിത്യതയുടെ അനുഭവത്തോടുകൂടി ജീവിക്കുക. അതിന്റെ ഫുൾ പെർഫെക്റ്റ് സ്റ്റേജ് ആണ് നിത്യതയിൽ കാണാൻ പോകുന്നത്. എന്ന് വെച്ചാൽ രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവം ഈ ഉടമ്പടിയിൽ കൂടി നിത്യത ദൈവം സ്ഥാപിച്ച ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിൽ 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. 2 കാറ്റഗറീസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ആ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. Incommunicable attribute. That means that attribute God does not share with His creation. Are you getting my point? ആ ദൈവത്തിന്റെ സ്വഭാവം, ആട്രിബ്യൂട്ട്സ് ദൈവം കൊടുത്തിട്ടില്ല, ഇപ്പോൾ കൊടുത്തിട്ടില്ല. എന്നാൽ നിത്യതയിൽ ആ ആട്രിബ്യൂട്ട്സും ദൈവം കൊടുത്തു. ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്. ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക്? ദൈവത്തിന്റെ ഇമ്മ്യൂട്ടബിലിറ്റി. ദൈവം ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യാസമില്ലാത്ത, ഓക്കെ, രൂപാന്തരം അല്ലെങ്കിൽ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം. അങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ്. ഓമിനി പ്രസൻസ് ഓഫ് ഗോഡ്, ഓമിനി പൊട്ടൻസ് ഓഫ് ഗോഡ്, ഓമിനി പവർ ഓഫ് ഗോഡ്, ഓൾമൈറ്റി. ഇതൊക്കെ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സിൽ പെടുന്ന കാര്യങ്ങളാണ്. അത് ദൈവം തന്നിട്ടില്ല. അത് ദൈവിക പദ്ധതിയിൽ ദൈവം നമുക്ക് തന്നിട്ടില്ല. എന്നാൽ അതും നിനക്ക് തരും. എപ്പോൾ? നിത്യതയിൽ നീ പ്രവേശിക്കുമ്പോൾ. You are going to have a immutable body. You are going to have a immutable body, and that body is equal to God. അതാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത് അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ I am also having the same essence of Brahman. Praise the Lord. So in Christian teaching we are going to have the same quality of God Almighty in eternity. നിങ്ങളുടെ ഇതാണ് ദൈവം ക്രിസ്തുവിൽ കൂടി നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്. കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത എല്ലാ മാനവജാതിക്കും കൊടുക്കുന്ന ഒരു ആട്രിബ്യൂട്ട്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഫെയ്ത്ത്ഫുൾനെസ്, ഗ്രേസ് ഓഫ് ഗോഡ്, മേഴ്സി ഓഫ് ഗോഡ്, ഇതെല്ലാം ഒരു 10-15 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇതെല്ലാം ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന ഒരു ആട്രിബ്യൂട്ട്സാണ്. പ്രിയമുള്ളവരെ, എന്നെ കാണുമ്പോൾ എൻ്റെ അയൽവാസി പറയുന്നുണ്ടോ, ഐ സീ എ മാൻ ഓഫ് ഗോഡ്. എൻ്റെ ഉദാഹരണം പറയുന്നതിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടും ഞാൻ എല്ലാ ക്ലാസ്സിൻ്റെ സെമസ്റ്റർ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പിള്ളേർക്കൊരു ഇവാലുവേഷൻ നടത്താനായിട്ട് ഒരു ഫോം കൊടുക്കും എന്നെക്കുറിച്ച്. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞാൻ അവരോട് പറയും, ഐ ടോട്ട് യു ദീസ് മെനി ഇയേഴ്സ്, ടെൽ മീ വാട്ട് ആർ മൈ വീക്ക്നെസ്, വാട്ട് ആർ മൈ പോസിറ്റീവ് തിങ്, നെഗറ്റീവ് തിങ്. അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് എഴുതാൻ മടിക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ള ആ ഒരു വിചാരം വേണ്ട. ഐ ആം ഓണസ്റ്റ് ബിഫോർ ഗോഡ്. ഐ പ്രോമിസ് യു ഐ വിൽ നോട്ട് ഡു ദാറ്റ്. അവരെനിക്ക് ഇവാലുവേഷൻ എഴുതി. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതിൻ്റെ സാരമെന്തെന്ന് വെച്ചാൽ, ദൈവിക ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിത്യയുടെ അനുഭവം എന്ന് വെച്ചാൽ we have to reflect the nature of God. ദൈവത്തിന്റെ സ്വഭാവം നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ വെളിപ്പെടുമ്പോൾ യോഹന്നാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവർ പറയും,
You have that eternal life. നിങ്ങളിൽ ആ നിത്യജീവനുണ്ട്, നിങ്ങളിൽ ആ ദൈവിക ജീവനുണ്ട്. Praise the Lord. അപ്പോൾ യോഹന്നാൻ പറയുന്നത് ഈ ദൈവിക ജീവൻ മാത്യു പറയുന്നത് പോലെ ഈ ഭൂമിയിൽ തന്നെ നമ്മൾ അനുഭവിക്കും. ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന നിത്യത എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ നാം അനുഭവിക്കാൻ പോകുന്നതിന്റെ എൻ്റെ ഒരു ദിസ് ഈസ് മൈ ഒപ്പീനിയൻ, ഒരു 75% ഓഫ് എറ്റേണിറ്റി വി വിൽ റിഫ്ലക്ട് ഹിയർ ഓൺ എർത്ത്. അതാണ് ദൈവം നമ്മളെ കുറിച്ച് എല്ലാവരെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരിക. ആ ഒരു അനുഭവത്തിലല്ല ഇതുവരെ നാം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുക. ഇനി ഞാൻ മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഈ ജീവൻ പ്രാപിച്ച എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ അറിയാം അവന് നിത്യജീവനുണ്ടോ ഇല്ലയോ. His or her life will reflect. ഞാൻ പ്രസംഗത്തിനൊക്കെ പലയിടത്ത് പോകും, പലയിടത്ത് താമസിക്കും ഒക്കെ ചെയ്യുമ്പോൾ some houses when I enter I sense it. Yes, this house is a dwelling place. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ കുറിച്ച് അതുപോലൊരു ടെസ്റ്റിമണി പറയട്ടെ. ഞാൻ അവനിൽ പകർന്നിരിക്കുന്ന നിത്യതയുടെ അനുഭവം അവൻ ഈ ജീവിതത്തിൽ അത് പ്രദർശിപ്പിക്കുന്നു എന്ന് ദൈവം ഒരു ടെസ്റ്റിമണി, ഒരു സാക്ഷ്യം നമ്മളെ കുറിച്ച് പറയട്ടെ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. ബപ്തിസത്തിന്റെ സമയത്ത്, സ്നാനമെടുക്കാൻ പോകുന്ന സമയത്ത് പറഞ്ഞു, സ്വർഗം തുറന്ന് ഒരു ആകാശവാണി, ഒരു മൊഴി പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. പ്രിയമുള്ളവരെ, ഈ നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്ന എല്ലാവരെ കുറിച്ചും സ്വർഗം ആ സാക്ഷ്യം പറയട്ടെ. സ്വർഗം മാത്രമല്ല, നമ്മുടെ നെയ്ബേഴ്സ് അതിനെക്കുറിച്ച് സാക്ഷ്യം പറയട്ടെ. അങ്ങനെ സാക്ഷ്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം, ഈ ഭൂമിയിലുള്ള നിത്യജീവിതം ധന്യമായി. അല്ല എങ്കിൽ it is a question mark. Rest you explain by yourself. It is a question mark. ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും എല്ലാവരും ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലരെ കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറയുന്നത്, I am giving more time to him. For what? For repentance. ദൈവം എല്ലാവർക്കും സമയം തരും. ആ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ you have to be very careful. പ്രിയമുള്ളവരെ, ആകയാൽ ഇന്ന് വരെയും നമ്മൾ ആ ഒരു അനുഭവത്തിൽ ജീവിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം കൃപയുള്ളവനാണ്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ ആ അനുഭവം തരുവാനായിട്ട് കഴിയും. യോഹന്നാൻ തൻ്റെ വിശ്വാസികൾക്ക് അത് തിരികെ കൊടുത്തു. അതാണ് 20-ാം അധ്യായത്തിൽ 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. വിശ്വാസത്തിൽ മങ്ങലേറ്റ് അല്ലെങ്കിൽ നിത്യതയുടെ പ്രത്യാശയിൽ ജീവിച്ച വ്യക്തി ദൈവത്തിൽ നിന്നൊരു വിശ്വാസ ത്യാഗം സംഭവിച്ചപ്പോൾ അവരെ വചനത്തിൽ കൂടി ഉപദേശത്തിൽ കൂടി അവരെ പുനഃസ്ഥാപിച്ച ഒരു വാക്യം ഇതാണ് നമ്മൾ 20-ലും 21-ാം അധ്യായത്തിലും നാം വായിക്കുന്നത്. ആ ഒരു പുനഃസ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ദൈവം അതിനുവേണ്ടി ദൈവദാസന്മാരെ എടുത്ത് ഉപയോഗിക്കും. അത് ആകിയാൽ നമ്മൾ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അപ്പോൾ യോഹന്നാൻ ഇതിനെ ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞിട്ട് അതിനെ നിത്യജീവൻ, ദൈവിക ജീവൻ,
ലൈഫ് ഓഫ് ഗോഡ്. ഇതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയുകയാണ്, ഇത് നമുക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കാൻ കഴിയും. ഇത് വരാനിരിക്കുന്ന ഒരു ലോകത്തിൽ ഉള്ളൊരു കാര്യമല്ല. ഈ ഭൂമിയിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് ആഫ്റ്റർ സ്റ്റഡിയിങ് ദ വേർഡ് ഓഫ് ഗോഡ് ഫോർ ഹൗ മെനി ഇയേഴ്സ്, 20 years of my study, I came to this conclusion that 75% of that life you can have it here on earth. Praise the Lord. ആകിയാൽ അത് പറഞ്ഞ് ഞാൻ മറ്റു പോയിന്റിലേക്ക് വരികയാണ്. ഇനി ഈ ജീവൻ പ്രാപിക്കുന്നത് എങ്ങനെയാണെന്നും കൂടി യോഹന്നാൻ പറയുന്നുണ്ട്. പറഞ്ഞത് മാറ്റി പറയുന്നത് അത് ഉടമ്പടിയിൽ കൂടിയാണ്. ഉടമ്പടിയിൽ കൂടി, ആ ഉടമ്പടിയിൽ കൂടി എന്ന് പറയുമ്പോൾ യോഹന്നാൻ ഇവിടെ തന്റെ ജനത്തിന് ഉപദേശിക്കുന്നത് ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ എന്താണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഉത്തരവാദിത്വം? ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് കവനന്റ്. ഈ കവനന്റ് ഇപ്പോഴത്തെ സമയത്തില്ല. ഇപ്പോഴത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ MOU എന്നൊക്കെ പറഞ്ഞ് എഗ്രിമെന്റ് ചെയ്യുക. എന്നാൽ കവനന്റ് 1-ാം നൂറ്റാണ്ടിലും പഴയ നിയമകാലത്തൊക്കെ 2 കൂട്ടർ, 2 പാർട്ടികൾ എഗ്രി ചെയ്യുന്ന ഒരു സംഭവമാണ് ഉടമ്പടി. എന്ന് വെച്ചാൽ ഹയർ അതോറിറ്റി ആൻഡ് ലോവർ അതോറിറ്റി ഓർ ലോവർ സബ്ജക്ട്. അധികാരമുള്ളവൻ എന്ന് വെച്ചാൽ കിങ്, സുസേറിയൻ കവനന്റ് എന്നൊക്കെ പറയുമ്പോൾ അത് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. അപ്പൊ അതിലെ രാജാവ് തന്റെ പ്രജകളോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ് കവനന്റ്, സുസേറിയൻ കവനന്റ് എന്ന് പറഞ്ഞത്. ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, ആ ഉടമ്പടിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 2 പാർട്ടികൾ തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. ഈ 2 പാർട്ടികൾ തമ്മിലുള്ള ഉടമ്പടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിലേഷൻ വരും, മ്യൂച്വൽ എഗ്രിമെന്റ് ഉണ്ട്, ബൈൻഡിങ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മാത്യു ഈ അനുഭവം പ്രാപിക്കുന്നതിന് വേണ്ടി കവനത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ യോഹന്നാൻ പറയുന്നത് ഈ ഉടമ്പടിയിലേക്ക് നമ്മൾ എങ്ങനെയാ വരുന്നത്? ബൈ ഫെയ്ത്ത്, വിശ്വാസം. ഈ നിത്യതയുടെ അനുഭവം എന്ന് വെച്ചാൽ നിത്യജീവൻ നീ പ്രാപിക്കേണ്ടതിന് നിന്റെ ഭാഗത്ത് നിന്ന് ഉടമ്പടി ഉണ്ട്. അതെന്ന് വെച്ചാൽ നീ ജസ്റ്റ് ബിലീവ് ഇൻ ഗോഡ്. 3:16 ഒന്നും കൂടി വായിച്ചോട്ടെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. പ്രിയമുള്ളവരെ, it is not only for Jews, it is not only for Gentiles, it is for us, Kerala, Indians, Irish, UK citizen, എല്ലാവർക്കും വേണ്ടി. Praise the Lord. ഒരു മുടക്കും അതിനു വേണ്ടിയില്ല. പണം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. പണം ചെലവഴിക്കാമായിരുന്നെങ്കിൽ കറോടുപതികളെല്ലാം അത് വാങ്ങി അത് കൊട്ടേഷൻ കൊടുത്താൽ. You don't need to spend any money for that. Only believe in Jesus. Amen. Believe in Jesus. So how will you enter into this experience? How will you have this eternal life? Only by believing in Jesus. Praise the Lord. എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അതിന് യാതൊരു ഒരു എക്സ്പെൻസസും അതിന് ആവശ്യമില്ല. പണം ചെലവഴിക്കേണ്ട, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകണ്ട, ഒന്നും ചെയ്യണ്ട. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവോ, നീ വിളിച്ചപേക്ഷിക്കുന്നുവോ, ആ നിമിഷം ഈ നിത്യജീവൻ, നിത്യതയുടെ അനുഭവം നിനക്ക് പകരുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ വിശ്വസിക്കുന്ന ഏവനും, ഏത് ജാതിക്കാരനും ഏത് ഗോത്രക്കാരനും ഇത് പ്രാപിക്കുവാൻ ദൈവം അധികാരം കൊടുത്തു. അടുത്തത്
വിശ്വസിച്ചാൽ മാത്രം പോരാ. ബൈ ഫോളോവിങ് ഹിം. ബൈ ഫോളോവിങ് ഹിം. ഫോളോവിങ് ഹിം എന്ന് പറയുമ്പോൾ അതിന് ഗ്രീക്ക് പദങ്ങളൊക്കെ ഉണ്ട്. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ വിടുകയാണ്. അതിനെ നമ്മളിവിടെ പറയുന്നത് ദൈവം ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. സ്വർഗരാജ്യത്തിൽ ആ അനുഭവം പ്രാപിച്ച് അതിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം നിലനിൽക്കണം. എൻ്റെ തന്നിഷ്ടപ്രകാരം എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മനസ്സിലായി? ദാറ്റ് മീൻസ് പൗലോസ് പറയുന്നത് പോലെ ഇനി എന്നിൽ വസിക്കുന്ന ആരാ? ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നത്. അപ്രകാരമുള്ള ഒരു അനുഭവത്തിലേക്കൊക്കെ പൗലോസിന് വരാൻ കഴിയുമെങ്കിൽ പൗലോസ് വന്നോ? പൗലോസ് ഒരു ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്കും എനിക്കും കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ പ്രാപ്തരാക്കും. പക്ഷേ provided that we have to follow the footstep of the master. ദൈവത്തിന്റെ പാദപീഠത്തിൽ ദൈവം പോയ, ക്രിസ്തു പോയ വഴികളിൽ കൂടെ മാത്രമേ അത് സാധിക്കൂ. നമ്മൾ പ്രാപിച്ചേച്ച് ഈ നിത്യജീവനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വളരെ കോളറിലൊക്കെ ഇട്ടുണ്ടെന്ന് പോകും. പക്ഷേ ജനം അത് തിരിച്ചറിഞ്ഞിട്ട് പറയും, ഇവനിൽ ആ ക്വാളിറ്റി ഒന്നും ഞാൻ കാണുന്നില്ല. വൈ? ബിക്കോസ് വി ആർ നോട്ട് ഫോളോയിങ്. പ്രിയമുള്ളവരെ, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ നിത്യജീവന്റെ അനുഭവം നമ്മളിൽ ഉണ്ടാകണം. അല്ലാതെ ചിലര് ടെസ്റ്റിമണിയൊക്കെ പറഞ്ഞു വൺസ് അപ്പോൺ എ ടൈം. ആ വൺസ് അപ്പോൺ എ ടൈം, പ്രിയമുള്ളവരെ, വൺസ് അപ്പോൺ എ ടൈം അല്ല, ഇന്ന് നിന്റെ അനുഭവം എന്താണ്? What is your experience today? That matters. പ്രിയമുള്ളവരെ, ആ ഒരു അനുഭവം വേണമെങ്കിൽ you have to follow the footstep. ക്രിസ്തു പോയ ആ വഴികളിൽ കൂടി മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. Praise the Lord. പൗലോസ് പറയുന്നതല്ലേ, ഇനി ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. അതുകൊണ്ടാണ് ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, be imitators of me. Be imitators of me. Paul, നിങ്ങൾ എന്നെ അനുഗമിക്കുക. നമ്മളിൽ എത്ര പേർക്ക് അതുപോലെ സാക്ഷ്യം പറയാൻ കഴിയും? Be imitators of me. പ്രിയമുള്ളവരെ, നിത്യജീവൻ അനുഭവിച്ച് ആ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈ സഭയിൽ എഴുന്നേറ്റ് ഇന്ന് സാക്ഷിക്കാൻ പറയും, be imitators of me. Praise the Lord. ആ ധൈര്യമില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ക്വസ്റ്റ്യൻ മാർക്ക്. മൂന്നാമത്തത് യോഹന്നാൻ പറയുന്നത്, ഈ ജീവിതം അനുഭവിച്ച് നിത്യതയുടെ പ്രത്യാശയിൽ ജീവിക്കണമെങ്കിൽ what you have to do, you have to deny yourself. You have to deny. A self-denial is needed. Self-denial. You have to crucify yourself every day. ഞാൻ എന്നെ തന്നെ ക്രൂശിച്ചുകൊണ്ട് ജീവിക്കണം. That means, യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ, live for others. ഞാൻ ഇനി എനിക്ക് വേണ്ടിയല്ല ഇഷ്ടം ജീവിക്കുന്നത്, ദൈവഹിതം നിറവേറുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. Live for others. യേശുക്രിസ്തുവിന്റെ ജീവിതം അതൊരു ഉദാഹരണമാണ്. Why did Jesus live? Jesus lived for others. Jesus lived for you and me, so that we become the children of God. We become the heirs of the kingdom of God.
ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ യേശുക്രിസ്തു തന്റെ ജീവിതം നമുക്ക് വേണ്ടി സമർപ്പിച്ചെങ്കിൽ നാമും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുക. എന്ന് വെച്ചാൽ ഭരിക്കാൻ വേണ്ടിയല്ല. Be available. Be available. Extend your hands. Wherever help is needed, extend. Extend. Wherever compassion is needed, wherever love is needed, extend your hand. ഓ പ്രിയമുള്ളവരെ, അതാണ് live for others means. ദൈവം നിന്നിൽ കൂടി നിത്യജീവൻ പകർന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ live for others. Praise the Lord. പ്രിയമുള്ളവരെ, നാം അങ്ങനെ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ദൈവരാജ്യം നിനക്ക് ഉറപ്പാണ്. ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യതയിലും അതിന്റെ പൂർണ്ണതയിൽ അത് അനുഭവിക്കുവാൻ ദൈവം നിന്നെ പ്രാപ്തരാക്കും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആകയാൽ ഇപ്രകാരം ഒരു അനുഭവത്തിലേക്ക് അനുഭവം ഉണ്ടായിരുന്നു, അതിന് മങ്ങലേറ്റ്, ആ മങ്ങലേറ്റ അനുഭവത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ today is the time. Today is the time. Come back. Come back. ദൈവം നിന്നെ ആ പഴയ അനുഭവത്തിലേക്ക് പുനഃസ്ഥാപിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. കഴിവുള്ള ദൈവമാണ്. എന്നാൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ 1 മുതലുള്ള വാക്യങ്ങളിൽ അധ്യായങ്ങളിൽ പറയുന്നത് 1-2 പോയിന്റോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വചനം ജഡമായി തീർന്ന ക്രിസ്തു. അപ്പോൾ ഈ ഭൂമിയിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ നിത്യതയുടെ പ്രത്യാശയെക്കുറിച്ച് ഒരു പുതിയ പഠിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു പുതിയ വ്യാഖ്യാനം യേശുക്രിസ്തു നമുക്ക് തന്നു. അത് ഉപമകളിൽ കൂടി തന്നു. യോഹന്നാൻ, മാത്യു ഇവരിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. ഇനി അതിന്റെ പൂർണ്ണത പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവം ആ പൂർണ്ണത നമുക്ക് തരുന്നത് നിത്യതയിൽ. എന്ന് വെച്ചാൽ അതെങ്ങനെ അറിയുന്നത്? ആ നമ്മൾ ഓരോരുത്തരും ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ പൂർണ്ണത കംപ്ലീറ്റ് ആണ്. Are you getting my point? കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് ഒന്നും ഞാൻ വിവരിച്ചിട്ടില്ല. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഗുഡ്നെസ് ഓഫ് ഗോഡ്, mercy of God, love of God, grace of God, righteousness of God, holiness of God, അതെല്ലാം അത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നിത്യതയുടെ അനുഭവം നമ്മളിൽ വന്നപ്പോൾ ദൈവം അത് നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് അത് നമ്മൾ പ്രാപിക്കുന്നത് നാം അവിടെ ചെല്ലും. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ആയ ഓമിനിപ്രസൻസ് എന്ന് പറയുമ്പോൾ സർവശക്തിയായ ദൈവം, സർവവ്യാപിയായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, ഈ ആട്രിബ്യൂട്ട്സ് ഇതെല്ലാം അവിടെ നമുക്ക് ചെല്ലുമ്പോൾ നമ്മൾ അനുഭവിക്കും. അപ്പോൾ നമ്മൾ പറയും അഹം ബ്രഹ്മാസ്മി, I am bearing the same essence of Yahweh. Same essence of Yahweh. ദൈവം. യോഹന്നാന്റെ ആ വാക്യം വായിച്ചിട്ട് യോഹന്നാന്റെ ലേഖനം 1 ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക. വിളിക്കപ്പെടുവാൻ നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. See, very careful. അങ്ങനെ തന്നെ നാം ആകുന്നു എന്ന് വെച്ചാൽ ആ നിത്യജീവൻ എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്. Here on earth
Now, വായിച്ചേ. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് ആ, നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, ഇപ്പോൾ ദൈവമക്കളാകുന്നു. ആകുന്നു. നാം ഇന്നതാകുമെന്ന് ആ. ഇതുവരെ പ്രത്യക്ഷമായില്ല. ആ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ അവനെ താൻ ഇരിക്കുപോലെ തന്നെ കാണുന്നതാകുന്നു. നാം അവനെ താനിരിക്കുന്നത് പോലെ കാണുന്ന ഒരു അനുഭവമാണ് നിത്യതയിൽ നാം അനുഭവിക്കാൻ പോകുന്നത്. ആ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് നമ്മളിലേക്ക് കടന്നു വരുന്നു. Praise the Lord. Oh, rikabalarava sandalarava hallelujah. പ്രിയമുള്ളവരെ, ആ ഒരു അനുഭവമാണ്, ആ ഒരു അനുഭവത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. Praise the Lord. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ ഈ ഭൂമിയിൽ നാം നിത്യത അനുഭവിക്കുന്നു. എന്നാൽ നിത്യതയിൽ നാം പ്രവേശിക്കുമ്പോൾ ഈ ഭൂമിയിൽ അനുഭവിച്ച കഷ്ടങ്ങള്, യാതനകള്, പീഡകള്, പ്രയാസങ്ങള്, ഇതൊന്നും അവിടെയില്ല. നാം ഈ ഭൂമിയിൽ അനുഭവിച്ച കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും വേദനകളും ഒന്നും നിത്യതയിൽ നാം പ്രവേശിക്കുമ്പോൾ നമ്മളിൽ അതിൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരു അനുഭവം അവിടെ ഇല്ല. ഈ ഒരു കാര്യം ഒഴിച്ച്, ഈ രണ്ട് കാര്യം എന്ന് വെച്ചാൽ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്, ഈ ലോകത്തിലുള്ള പീഡനങ്ങള്, ഇത് രണ്ടും ഒഴിച്ചാൽ ബാക്കി നിത്യതയുടെ അനുഭവം നാം ഈ ഭൂമിയിൽ അനുഭവിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ അവിടെ അനുഭവിക്കുന്നുള്ളൂ. ബാക്കി എല്ലാം ഈ ഭൂമിയിൽ നാം അനുഭവിക്കുക. എന്നാൽ ഒരു കാര്യം കൂടി യോഹന്നാൻ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഈ നിത്യതയുടെ അനുഭവത്തിൽ ഈ ഭൂമിയിൽ നാം അനുഭവിക്കുമ്പോൾ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ നിനക്ക് കഷ്ടതയുണ്ട്. എന്നാൽ ആ കഷ്ടതയിൽ നീ ഞരങ്ങണ്ട, നീ നിലവിളിക്കണ്ട. വചനം ജഡമായി തീർന്ന ക്രിസ്തുവാകുന്ന ലോകം നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. Praise the Lord. 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കാനാവിലെ കല്യാണത്തിലെ അവരുടെ കുറവുകളെ പരിഹരിച്ച ലോകം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കി നിന്റെ കുറവുകളെ പരിഹരിക്കുവാൻ ഈ ലോകോത്തര ക്രിസ്തുവിനെ കഴിയും. ആകയാൽ നിന്റെ പരിമിതിയിൽ, നിന്റെ കുറവ്, നിന്റെ വിശ്വാസത്തിന്റെ പരിമിതിയിൽ ഒന്നും വിഷമിക്കണ്ട. ഈ ലോകോസ് നിന്നെ ഉയർത്തുവാൻ ഹല്ലേലൂയ കഴിയുന്ന ഒരു ലോകോസാണ് ഈ നിത്യജീവൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കാനാവിലെ കല്യാണത്തില് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു സൽക്കാരമാണ്. വീഞ്ഞ് കുറഞ്ഞു പോയാൽ അതിന്റെ നടത്തിപ്പുകാരന് വരുന്ന ഷെയിം, ഇറ്റ് ഈസ് ടു മച്ച്. ഓ പ്രിയമുള്ളവരെ, ആ പരിസ്ഥിതി കണ്ട് അവിടേക്ക് കടന്നിയെന്ന് അവരുടെ കുറവുകളെ മനസ്സിലാക്കി ആ കുറവുകളെ തീർക്കുന്നതാണ് വചനം ജഡമായി തീർന്ന ക്രിസ്തു. അവരുടെ സാമ്പത്തികമായ കുറവിൽ, അവരുടെ സാമ്പത്തികമായ പരിമിതിയിൽ നീയും പരിമിതി അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പരിമിതികളെ നീക്കുവാൻ വചനം ജഡമായി തീർന്ന ക്രിസ്തുവിന് കഴിയും. ഹല്ലേലൂയ. അത് പൂർണ്ണമായി മാറുന്നത് നിത്യതയിൽ മാത്രമാണ്. എന്നാൽ ഈ ഭൂമിയിൽ ഈ നിത്യജീവൻ പ്രാപിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കുവാൻ, അതിനെ പരിഹരിക്കുവാൻ ഈ ലോകോസിന് കഴിയുമെന്നാണ് യോഹന്നാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വർഷങ്ങളായി രോഗിയായിരുന്ന ആ വ്യക്തിയെ ലോകോസ് കടന്നു എന്ന് അവനെ സൗഖ്യമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, നിന്റെ രോഗത്തിന്റെ അവസ്ഥയിലും നിന്റെ പ്രയാസത്തിലും നിന്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും
ഏത് അനുഭവത്തിൽ കൂടി ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ അനുഭവം ഉണ്ടെങ്കിൽ വചനം ജഡമായി തീർന്ന ക്രിസ്തു, ആ ക്രിസ്തു രൂപാന്തരം നടത്തുവാൻ കഴിവുള്ള, ക്രിയേറ്റ് ചെയ്യുവാൻ കഴിവുള്ളത് ആ ക്രിസ്തുവാണ്. ക്രിയേറ്റീവ് പവർ ഉള്ള വചനമാണ്. പുതിയ കാര്യങ്ങളെ നിർമ്മിക്കുവാൻ കഴിയുന്ന വ്യക്തിയാണ്. നിന്റെ ജീവിതത്തിൽ പുതിയൊരു സൃഷ്ടി നടത്തുവാൻ കഴിയുന്ന വചനമാണ് വചനം ജഡമായി തീർന്നത്. പ്രിയമുള്ളവരെ, ആകയാൽ ഈ ഭൂമിയിൽ നിത്യതയുടെ പ്രത്യാശയിൽ, നിത്യതയുടെ അനുഭവത്തിൽ ജീവിക്കുകയാണെങ്കിലും നിരാശപ്പെടേണ്ട. വചനം ജഡമായി തീർന്ന ക്രിസ്തു നിന്നോട് കൂടെയുണ്ട്. ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും വെറും ഞൊടിയിടയിൽ മാത്രമാണ്. അത് നീക്കി നിന്നെ പുതിയതാക്കി തീർക്കുവാൻ വചനം ജഡമായി തീർന്ന ക്രിസ്തുവിന് കഴിയും. ആകയാൽ ആ കരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിക്കുക. അതിന്റെ പൂർണ്ണത അവിടെ നമുക്ക് പ്രാപിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അവിടെ പ്രാപിക്കുവാൻ കഴിയുന്നത്. ബാക്കിയുള്ളതെല്ലാം ദൈവത്തോടു കൂടിയായിരിക്കുന്ന അനുഭവം, ദൈവത്തോടു കൂടിയുള്ള ഇന്റിമസി, ദൈവത്തോടു കൂടിയുള്ള സഹവാസം, എല്ലാം നിത്യതയുടെ മറ്റു കാര്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി ദൈവം നമ്മെ സഹായിക്കും. ഈ വചനങ്ങളെ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുന്നു. ശോഭയേറും നാളുണ്ടത്